ഹായ് എവരി വൺ. നമ്മൾ റിസർച്ച് മെത്തഡോളജിയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് 4 ബ്ലോക്സ് ആണുള്ളത്. ഓരോ ബ്ലോക്കിലും വരുന്ന അതിന്റെ എന്തൊക്കെ കണ്ടന്റ്സ് ആണുള്ളത് നമ്മൾ നോക്കി. നമ്മൾ ആദ്യം ബ്ലോക്ക് 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലോക്ക് 1 നമുക്ക് 3 യൂണിറ്റ്സ് ആണുള്ളത്. സോ ബ്ലോക്ക് 1ന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് മെത്തഡോളജി എന്നാണ്. എന്താണ് ഈ ഒരു ബ്ലോക്കിന്റെ തന്നെ എൻറ്റയർ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസർച്ചിന്റെ ഒരു ബേസിക് എന്താണ് റിസർച്ച് മെത്തഡോളജി, എന്തൊക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്, റിസർച്ചിന്റെ പ്രോസസ് എന്താണ്, റിസർച്ച് ഡിസൈൻ എന്താണ്. അപ്പോൾ ഒരു ബേസിക് ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്കിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ഓവർവ്യൂ, സെക്കൻഡ് യൂണിറ്റ് സ്റ്റെപ്സ് ഫോർ റിസർച്ച് പ്രോസസ്, തേർഡ് യൂണിറ്റ് റിസർച്ച് ഡിസൈൻ. അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ യൂണിറ്റിന്റെ പേര് റിസർച്ച് മെത്തഡോളജി ആൻഡ് ഓവർവ്യൂ എന്നാണ്. പേര് പറയുന്ന പോലെ തന്നെ റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡ്സ്, ഈ കോൺസെപ്റ്റുകൾ എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നോക്കും. അപ്പൊ ഈ ഒരു യൂണിറ്റിലെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, റിസർച്ച് എന്താണെന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയ നമുക്ക് ആദ്യം തന്നെ വേണം. എന്നാലും നമ്മൾ ബാക്കിയുള്ള യൂണിറ്റ്സ് പഠിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെ? സോ റിസർച്ച് എന്താണ്, അതിന്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനീഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് റിസർച്ച്, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, നമ്മൾ ഇത്ര കാര്യങ്ങൾ അതിൽ നോക്കും. അതിനുശേഷം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നിങ്ങളിപ്പോ എല്ലാവരും MBA ചെയ്യുന്ന ആളുകളാണ്. സോ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷണൽ ആപ്ലിക്കേഷൻ വേണം, അല്ലെ? അല്ലാതെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഒരു ഓർഗനൈസേഷന്റെ ഒരു പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ റിസർച്ച് കൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ റിസർച്ച് ഉപയോഗിക്കാം. ബിസിനസ് ഏരിയാസ് ഉണ്ട്, ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട് പലത്. ഏതൊക്കെയാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഫൈനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എച്ച് ആർ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ഏതും ആയിക്കോട്ടെ. സോ ഈ ഒരു ഏരിയ, ഫങ്ഷണൽ ഏരിയാസിലെല്ലാം റിസർച്ചിന്റെ റോൾ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു ബ്രോഡ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ റിസർച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വാക്കിൽ തന്നെയുണ്ട് റീസേർച്ച്, അല്ലെ? അതിലുപരി നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറയുന്നത് അൺസർട്ടൈൻ ആണ്. നമുക്ക് എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ നമുക്കില്ല. ദർ ഇസ് എ അൺസർട്ടൈനിറ്റി ഇൻ ഫ്യൂച്ചർ. റിസർച്ച് എങ്ങനെയാണ് ഈ ഒരു അൺസർട്ടൈനിറ്റി കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത്? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ തന്നെ വേറെ ഒരുപാട് കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കാൻ പോകും. പക്ഷെ നമുക്ക് ആ പ്രൊഡക്റ്റ് സക്സസ് ആകുമോ എന്ന് ഇപ്പോഴേ പറയാൻ പറ്റുമോ? ഇല്ല. പ്രൊഡക്റ്റ് ഇറങ്ങി അത് കസ്റ്റമേഴ്സ് വാങ്ങിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് കസ്റ്റമേഴ്സ് പിന്നെയും വാങ്ങിയാലാണ് ആ പ്രൊഡക്റ്റ് അടിപൊളിയായി മാറുന്നത്. പക്ഷെ അത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. പക്ഷേ അത് അൺസർട്ടൈൻ ആണ്. പക്ഷെ നമുക്ക് അത് റിസർച്ചിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? അതിനോട് വിളിക്കുന്നവരെ മാർക്കറ്റിംഗ് റിസർച്ച്. സോ മാർക്കറ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസർച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ആ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങാൻ ചാൻസ് ഉണ്ടോ? ആ പ്രൊഡക്റ്റ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് അത് ആ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അത് പെർസീവ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ എന്താണ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു റിസർച്ച് ചെയ്യാം. സോ ഇതാണ് ഒരു ചെറിയ എക്സാമ്പിൾ ആണ് ഞാൻ തന്നത്. നമുക്ക് അങ്ങനെ ഒരു അൺസർട്ടനിറ്റി കുറക്കാനായിട്ട് നമുക്ക് ആക്ച്വലി റിസർച്ച് കൊണ്ട് സാധിക്കും. പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്രപ്സി. നമുക്കറിയാം ഒരു ബിസിനസ് എപ്പോഴാണ് ബാങ്ക്രപ്റ്റ് ആവുക? ഒരു ബിസിനസിന്റെ കടങ്ങൾ കൊടുത്ത് തീർക്കാനായിട്ട് അവർക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ വന്നിട്ട് ഡിഫോൾട്ട് വരുത്തുന്നു അവരുടെ പേയ്മെന്റിന്. അപ്പോഴാണ് ഒരു കമ്പനി ഫൈനലി ഇൻസോൾവൻസി എല്ലാം ഫയൽ ചെയ്തത് ബാങ്ക്രപ്റ്റ് ആകുമെന്ന് നമ്മൾ പറയുന്നത്. സോ ഒരു ഫോം ബാങ്ക്രപ്റ്റ് ആകുന്നതിന് മുന്നേ ഒരുപാട് സൈൻസ് കാട്ടും. സോ അത് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയാലോ? അതിനോട് വിളിക്കുന്ന പേരാണ് ബാങ്ക്രപ്സി പ്രഡിക്ഷൻ മോഡൽസ്. ഇപ്പൊ ഓൾട്ട്മാൻ അല്ലെങ്കിൽ ഓസൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഓതേഴ്സ്, ബീവർ, ഇതുപോലെ ഒരുപാട് ഓതേഴ്സ് അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ആക്ച്വലി ബാങ്ക്രപ്സി മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനുള്ള മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതെല്ലാം റിസർച്ച് ആണ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന റിസർച്ചിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ ഇങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. അതിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ റിസർച്ച് കൊണ്ട് സാധിക്കും ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് റിസർച്ച് എന്താണെന്നും അതിന്റെ ഗുണം, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം എന്താണ് എൻഡില് ഡിസിഷൻ മേക്കിങ്ങിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
സോ ഇനി നമ്മൾ മീനിങ് ഓഫ് റിസർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് റിസർച്ച് ഇസ് എ പർപ്പസ്ഫുൾ ഇൻവെസ്റ്റിഗേഷൻ. ചെറിയൊരു മീനിങ്, ഒരു ജസ്റ്റ് ഒരു 2 വേർഡ്സിൽ പറയാൻ പറഞ്ഞു, ഇറ്റ്സ് പർപ്പസ്ഫുൾ ഇൻവെസ്റ്റിഗേഷൻ. നിങ്ങളൊരു സാധനം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അത് നിങ്ങൾ ഇന്റൻഷനലി, നിങ്ങൾ മനഃപൂർവ്വം തന്നെ ഓക്കെ എനിക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇന്റൻഷനലി പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് റിസർച്ച് എന്ന് വിളിക്കാം. ഇനി കുറച്ച് ഡെഫിനേഷൻ ആയിട്ട് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സയന്റിഫിക് മെത്തേഡ്സ് ക്യാരീസ് ഔട്ട് എ ഡീറ്റെയിൽഡ് ആൻഡ് കോംപ്രഹെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ ഗിവൺ ടോപ്പിക്, അല്ലെങ്കിൽ ഒരു കൺസേൺ, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ. ഒരു പ്രശ്നത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കൺസേണിനെ പറ്റിയോ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയോ വളരെ ഡീറ്റെയിൽ ആയി വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിസർച്ച് നമുക്ക് അതിനെ വിളിക്കാം. നിങ്ങൾ ഏത് ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു അഡ്വക്കേറ്റിനെ കുറിച്ച്, ഒരു ലോയർ, ആ ഒരു ഫീൽഡ് പറയുന്നു, അതിലും റിസർച്ച് ചെയ്യണ്ടേ? ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് മന്ത്സ് ഓഫ് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ആക്ച്വലി അവർ ആ ഒരു കേസ് വിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു മെഡിക്കൽ പ്രൊഫഷൻ എടുക്കും, ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു സർജറിനെ പറ്റി ലൈക് 1 വീക്ക് എങ്കിലും എടുത്തത് റിസർച്ച് ചെയ്താൽ മാത്രമാണ് അവർക്ക് അതിനൊരു സർജിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിലും. അപ്പോ ഇതൊരു സ്ട്രക്ചർ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, എങ്ങനെ തീരുമാനങ്ങൾ ഡിസിഷൻ എടുക്കാം എന്നുള്ളത് ഒരു പ്രോപ്പർ സ്ട്രക്ചർ നമുക്ക് തരുന്നു ആക്ച്വലി റിസർച്ച്. അപ്പൊ 3 പാർട്സ് ഇൻവോൾവ്. നമ്മൾ പറഞ്ഞു റിസർച്ച് എന്ന് പറഞ്ഞ ഒരു പർപ്പസ്ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ ഒരു പർപ്പസ്ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ അതിന് 3 എലമെന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻ പോസ്റ്റ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. റിസർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വേണം, ഒരു ക്വസ്റ്റ്യൻ വേണം. നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനോ ഒരു പ്രോബ്ലം ഇല്ലാതെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞു ബാങ്ക്രപ്സി പ്രഡിക്ഷൻ മോഡൽ. അപ്പൊ ബാങ്ക്രപ്സികൾ ഒരുപാട് കൂടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പണ്ട്. മേ ബി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 1970s എന്തോ ആണ്. സോ ആ ഒരു സമയത്താണ് ആക്ച്വലി പ്രഡിക്ഷൻ മോഡൽസ് വരുന്നത്. മനസ്സിലായോ? ഒരു പ്രോബ്ലം ഞാൻ കണ്ടെത്തുന്നു, ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മൾ പിന്നീട് തീരുമാനിക്കുന്നത്. സോ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും, അതാണ് ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻ പോസ്റ്റ്. അത് കഴിഞ്ഞ് ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ദർ ഇസ് ആൻ എക്സ്പ്ലിസിറ്റ് ആൻസർ ഓൾസോ. നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു, ഇത് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. അതാണ് റിസർച്ച് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ വേറെ കുറെ പണികളുണ്ട്. അതെന്താ? ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു എന്ത് സോൾവ് ചെയ്യണം എന്നുള്ളത്, നിങ്ങൾക്ക് ഒരു ഫൈൻഡിങ്സും ഉണ്ട്. ഇതിന്റെ ഇടയിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവാം? ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാകും, അത് അനലൈസ് ചെയ്തിട്ടുണ്ടാകും, അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ, അതിന്റെ ഫൈൻഡിങ്സ് ബേസിക്കലി കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ബാങ്ക്രപ്സി പ്രഡിക്ഷന്റെ കാര്യം പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യുക? ആദ്യം എനിക്ക് ക്വസ്റ്റ്യൻ അതാണ്, ബാങ്ക്രപ്സി പ്രഡിക്ഷൻ മോഡൽ ഡെവലപ്പ് ചെയ്യണം. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് ഡാറ്റ കളക്ട് ചെയ്യണം. ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഫേമിന്റെ ഡാറ്റ കളക്ട് ചെയ്തു, ഫൈനാൻഷ്യൽ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തു. അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഞാൻ അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം അത് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അതിന്റെ റിസൾട്ടുകൾ ഇതൊക്കെയാണ് ഇതിന്റെ ഫൈൻഡിങ്സ് ഞാൻ എന്ത് ചെയ്യുന്നു, പറയുന്നു. സോ ഇതാണ് ആക്ച്വലി 3 പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓക്കെ, എനിക്ക് എവിടെ നിന്ന് റിസർച്ച് ക്വസ്റ്റ്യൻ കിട്ടും? റിസർച്ച് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കിട്ടുക? പല രീതികളിലാകാം. ജസ്റ്റ് ത്രൂ ഒബ്സർവേഷൻ. നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒബ്സർവ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് സയന്റിസ്റ്റുകൾ ഉണ്ട്. നിങ്ങൾ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിക്കോട്ടെ, വേറെ ആരെ എടുത്താലും എല്ലാവരെ സംബന്ധിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു നേച്ചറിൽ ഒബ്സർവ് ചെയ്ത സാധനത്തിലായിരിക്കും അവർ റിസർച്ച്, അവരൊരു സയന്റിസ്റ്റ് ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ അവർ ഫൈൻഡിങ്സ് അവർ കൊണ്ടുവന്നത് ഇതിനെയൊക്കെ പറ്റി. സോ ജസ്റ്റ് ഒബ്സർവേഷൻ ആകാം, അല്ലെങ്കിൽ പാസ്റ്റ് സ്റ്റഡി. ഇതിനു മുന്നേ നടത്തിയ ഒരുപാട് സ്റ്റഡികൾ ഉണ്ട്. ഗൂഗിളിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഒരുപാട് സ്റ്റഡികൾ ഉണ്ട്. ആ സ്റ്റഡികളിൽ നമ്മൾ നോക്കിയപ്പോൾ ഓക്കെ, അതിലെന്തോ പ്രശ്നങ്ങളുണ്ട്, ഇതുവരെ ആരും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ പ്രൊഫഷണൽ ലിറ്ററേച്ചർ. എന്നാൽ പ്രൊഫഷണൽ ലിറ്ററേച്ചർ പ്രൊഫഷണൽ ലിറ്ററേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ബാങ്ക്രപ്സി നമ്മൾ ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലാക്ക് ഓഫ് ലിറ്ററേച്ചർ. ഒരു 1 lakh അല്ലെങ്കിൽ 2 lakhs ഒന്നുമല്ല, അതിൽ കൂടുതൽ സ്റ്റഡികൾ വരും. പല രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചെയ്ത സ്റ്റഡീസ്, അത് നമുക്ക് നോക്കാം. ഓർ പിയർ റെക്കമെൻഡേഷൻ. നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചില ഇൻസൈറ്റ് കിട്ടിയതാകാം ചിലപ്പോൾ. അപ്പൊ റിസർച്ചിന് പിന്നെയും ഒരു ഡെഫിനേഷൻ തരുന്നു ടെക്സ്റ്റ് ബുക്കിൽ. ഇറ്റ് ഈസ് എ മെത്തോഡിക്കൽ എക്സാമിനേഷൻ ഓഫ് എ സ്പെസിഫിക് സബ്ജക്ട് ഓർ പ്രോബ്ലം യൂസിങ് സയന്റിഫിക് മെത്തഡോളജി. അതായത് മെത്തോഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് ഒരു പ്രോസസ് ഉണ്ട്. അതിന് ചുമ്മാ കൈയിട്ട് വരാൻ പറ്റില്ല. ദർ ഇസ് എ പ്രോസസ്, യു ഹാവ് ടു ഫോളോ ദാറ്റ് പ്രോസസ്. ആ പ്രോസസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ആ പ്രോസസ് എന്തിലാണ് നമ്മൾ ചെയ്യുന്നത്? മേ ബി എ സ്പെസിഫിക് സബ്ജക്ട്, ഒരു സ്പെസിഫിക് സബ്ജക്ട്.
ഫോർ എക്സാമ്പിൾ ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്ക്രപ്ഷൻ ഒരു സബ്ജക്റ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അതിനൊരു പ്രോബ്ലം, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനീസിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. സോ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് ചെയ്യുന്നത് ചുമ്മാ നമ്മൾ ചെയ്യുന്നതല്ല, യൂസിങ് എ സയന്റിഫിക് മെത്തഡോളജി. ഒരു മെത്തഡോളജി ഉണ്ട്. എന്താണ് മെത്തഡോളജി ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഒരു കൃത്യമായിട്ട് അതിനൊരു പ്രോസസ് ഇട്ട് ആ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ബിസിനസ് റിസർച്ച് എന്താണ്? It generate and provide the needed qualitative or quantitative information to make business judgment അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആക്ഷൻ. ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ട പല സ്ഥലങ്ങളും വരുന്നത്, ഡിസിഷൻ എടുക്കേണ്ട സ്ഥലം. സോ അവിടെ എല്ലാം നമ്മൾ എപ്പോഴും ഡിസിഷൻ എടുക്കുന്നത് ബേസ്ഡ് ഓൺ സം ഫാക്ട്സ് അല്ലെ, എന്തിന്റെയൊക്കെയോ ബേസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. സോ ആ ഡിസിഷൻ എടുക്കുന്നത് ബേസിക്കലി ബിസിനസ് റിസർച്ച് ചെയ്തതിന്റെ ബേസിലായിരിക്കും നമ്മൾ പലപ്പോഴും ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെയും പറയുന്നു, ദർ ഇസ് എ മെത്തോഡിക്കൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഉണ്ട് ഇതിന്. നമ്മൾ അതാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അടുത്ത നമുക്ക് നോക്കാം റെലവൻസ് ആൻഡ് കൺട്രോൾ. റിസർച്ച് കനോട്ട് അഡ്രസ് ഇറ്റ് സെൽഫ് ടു ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ നമ്മൾ ഫൈനാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എടുത്തു, അതിൽ തന്നെ ഞാൻ ഫൈനാൻസിൽ ബാങ്ക്രപ്സി എന്നുള്ള ഏരിയ എടുത്തു. എനിക്ക് എല്ലാം സ്റ്റഡി ചെയ്യാൻ പറ്റും. നമ്മൾ PhD ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുമ്പോഴോ രണ്ട് കാര്യങ്ങളും, അക്കാദമിക്സ് നമ്മൾ റിസർച്ച് പറയുമ്പോൾ PhD-കാരൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ തന്നെ ഇൻഡസ്ട്രി, ഒരു കമ്പനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. സോ നമുക്ക് എല്ലാം കൂടി നമുക്ക് വാരി വലിച്ച് ചെയ്യാൻ പറ്റൂല അല്ലെ, നമുക്ക് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റില്ല റിസർച്ചിൽ. നമ്മൾ ഒരു പെർട്ടിക്കുലർ സാധനത്തിലായിരിക്കും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാം. അപ്പൊ റെലവൻസി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് അവോയ്ഡ് ദി കളക്ഷൻ ഓഫ് അൺനെസസറി. ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ളത് മാത്രം ഡാറ്റ കളക്ട് ചെയ്യുക, അനാവശ്യമായിട്ടുള്ളതൊന്നും കളക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് കമ്പയർ, നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് റിസർച്ച് ചെയ്യുന്ന ഞാനിപ്പോ പറഞ്ഞു ബാങ്ക്രപ്സി ഓഫ് ഇന്ത്യൻ കമ്പനീസ്. ഓക്കെ ഫൈൻ, അതിന്റെ ഡാറ്റ ഞാൻ കളക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് അല്ലെ, ഞാൻ കമ്പയർ ചെയ്യും. ഓക്കെ ഫൈൻ, എന്താണ് എന്റെ റിസൾട്ട്? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരിക്കുന്നത്. വാട്ട് ആക്ഷൻസ് വുഡ് യു ടേക്ക് ഇഫ് ദ റിസർച്ച് ആൻസേഴ്സ് വേർ ഹെൽപ്സ് ടു റീച്ച് ദ റൈറ്റ് ഡയറക്ഷൻ. നമ്മൾ എപ്പോഴും എന്താണ് റെലവെന്റ് ആയിട്ട് തോന്നുന്നത് അത് മാത്രമേ നമ്മൾ കളക്ട് ചെയ്യുകയുള്ളൂ. ആ കളക്ട് ചെയ്തത് വെച്ചിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നു. നമ്മുടെ മനസ്സിലെ എന്തൊരു ഡിസിഷൻ മേക്കിംഗ് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് റിസർച്ച് കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. കൺട്രോൾ എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് അവർ സ്റ്റഡി ആർ ഡ്യൂ ടു പ്രസൻസ് ഓഫ് സം ഫാക്ടേഴ്സ് അതർ ദാൻ ദോസ് വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. നിങ്ങൾ പറയും, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആവാനുള്ള കാരണങ്ങൾ ഈ 5 എണ്ണമാണെന്ന് ഞാൻ പറയും. ഞാൻ സ്റ്റഡി ചെയ്തത് 5 ഫാക്ടറാണ്. ചിലപ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, എഫിഷ്യൻസി, അങ്ങനെ 4-5 ഫാക്ടേഴ്സ്. പക്ഷെ ഈ 5 ഫാക്ടേഴ്സ് അല്ലാതെ വേറെ പല ഫാക്ടേഴ്സ് കൊണ്ടിട്ടും ഒരു ഫേം ബാങ്ക്രപ്റ്റ് ആകാം അല്ലെ, വേറെ പല ഫാക്ടേഴ്സും ഉണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡിയിൽ ആ ഫാക്ടേഴ്സും കൂടി നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ദോസ് വേരിയബിൾസ് ബിയോണ്ട് യുവർ കൺട്രോൾ ഷുഡ് ബി റെക്കോർഡഡ്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഒരു ഫേമിന്റെ ഏജ്, അല്ലെങ്കിൽ ഫേം വർക്ക് ചെയ്യുന്ന ചില ഇൻഡസ്ട്രി എന്താണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഫേമിന്റെ സൈസ്, എന്തെങ്കിലും ഫാക്ടർ, ചിലപ്പോൾ ഒരു ഫേം ബാങ്ക്രപ്റ്റ് ആവുന്നതിന് കാരണമായിരിക്കാം. സോ നിങ്ങളുടെ ഫാക്ടേഴ്സ്, നിങ്ങളുടെ മെയിൻ ഫാക്ടേഴ്സ് അല്ലാതെ there could be some other control variables. ആ കൺട്രോൾ വേരിയബിൾസും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് റെലവൻസ് ആൻഡ് കൺട്രോളിൽ പറയുന്നത്. അടുത്തത് റിസർച്ച് മെത്തഡോളജി. നമുക്ക് എന്താന്ന് നോക്കാം. റിസർച്ച് എന്താണെന്നൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ മെത്തഡോളജി എന്ന വാക്ക് മാത്രം എന്താണ്, മെത്തഡോളജി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓവർവ്യൂ ഓഫ് ദി റാഷണാലിറ്റി ഓഫ് ദ റിസർച്ച്. റിസർച്ച് എങ്ങനെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യും, അതൊരു ഫുൾ ഓവർവ്യൂ നമ്മൾ കൊടുക്കണം. അതാണ് മെത്തഡോളജി അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി നമ്മൾ ചെയ്യാം. എന്നോട് എഴുതിയിരിക്കുന്നത് ഹൗ ദി സയന്റിഫിക് റിസർച്ച് ഇസ് ക്യാരിഡ് ഔട്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു റിസർച്ച് എന്താണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ റിസർച്ച് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ട്. വാട്ട് എന്നുള്ള ആൻസർ ഓൾറെഡി നമുക്കായി. എന്ത്, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ, ഹൗ സയന്റിഫിക്, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. എങ്ങനെ നിങ്ങൾ ഇത് ക്യാരിഡ് ഔട്ട് ചെയ്യും, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അവിടെ ഒരു ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ട്. ഹൗ ഓഫ് എനി പീസ് ഓഫ് റിസർച്ച് ഇസ് റിലേറ്റഡ് ടു ദ റിസർച്ച് ടെക്നിക് ആൻഡ് ഹൗ റിസർച്ചർ പ്ലാൻസ് എ സ്റ്റഡി ഇൻ എ structured way to ensure reliable outcome that address the study's goals and objective. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു റിസർച്ച്, എങ്ങനെ നിങ്ങൾ പറയുന്ന ഈ ഒരു ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നിങ്ങൾ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റിസർച്ചിനെ സ്ട്രക്ചർ ചെയ്യും എന്നുള്ളതാണ് ആക്ച്വലി റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും ആക്ച്വലി റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒന്ന്, നിങ്ങളുടെ റിസർച്ചിന്റെ പർപ്പസ് എന്താണ്,
ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, എന്തുകൊണ്ട്, ഏത് ഡാറ്റയാണ് നിങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ പ്രൈമറി ഡാറ്റ ആയിരിക്കാം, നിങ്ങളുടെ റെസ്പോണ്ടൻസ് നേരിട്ട് പോയി കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ആയിരിക്കാം, നിങ്ങൾ ഇതിൽ ഡാറ്റാ ബേസിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ ആയിരിക്കാം, ലൈക്ക് പ്രോവസ് അല്ലെങ്കിൽ തോംസൺ റൂട്ടേഴ്സ് അല്ലെങ്കിൽ ബ്ലൂംബർഗ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും, ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കാം. അപ്പോൾ ഏത് ഡാറ്റയാണ് നമ്മൾ പറയാം. ഇനി എങ്ങനെ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, നിങ്ങൾ ക്വസ്റ്റ്യനെയർ വഴിയാണോ, പേഴ്സണൽ ഇന്റർവ്യൂ വഴിയാണോ, ഒബ്സർവേഷൻ വഴിയാണോ, അത് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഹൗ ഡിഡ് യു അനലൈസ് ദ കളക്ട് ഡാറ്റ, നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത്. ഡാറ്റ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫുൾ ഡംപ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഡാറ്റയിൽ നിന്ന് എന്തൊരു മീനിങ്, അതിൽ നിന്ന് മീനിങ് നമുക്ക് എടുക്കണമെങ്കിൽ അതിന് അനലൈസ് ചെയ്യണം. സോ എങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്, ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത്, SPSS ആണോ, സ്റ്റാറ്റ ആണോ, പൈത്തൺ ആണോ, ആർ സോഫ്റ്റ്വെയർ ആണോ. സോ അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതണം. അടുത്തത് വാട്ട് കൈൻഡ് ഓഫ് റിസോഴ്സസ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ യുവർ റിസർച്ച്. വേറെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർച്ചിന് യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ ടൂൾസുകൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇതെല്ലാം റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗം തന്നെയാണ്. ഇനി നമുക്ക് റിസർച്ച് മെത്തേഡ് നോക്കാം. സോ മെത്തേഡ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ടാക്ടിക്സ് അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് നിങ്ങൾ ഉപയോഗിക്കുന്നു ഇൻ കളക്ടിങ് ദ ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ ടെക്നിക് ആയിക്കോട്ടെ, പ്രൊസീജിയർ ആയിക്കോട്ടെ, ടാക്ടിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അനാലിസിസ് ഓർ എവിഡൻസ് ഫോർ അനാലിസിസ് ടു റിവീൽ ന്യൂ നോളജ്, നിങ്ങൾ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് റിസർച്ച് മെത്തേഡ് എന്ന് വിളിക്കാം. അപ്പോ it refers to all of the researchers processes undergoing when investigate his study. So our entire process, നിങ്ങൾ ആ ഒരു ഇഷ്യൂവിനെ സ്റ്റഡി ചെയ്യുമ്പോൾ വരുന്ന ഒരു എൻറ്റയർ പ്രോസസ്സിനെ നമുക്ക് ആക്ച്വലി റിസർച്ച് മെത്തേഡ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇറ്റ് ഓൾസോ ഡിസ്പ്ലേസ് ദ എൻറ്റയർ സ്റ്റഡീസ് ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് വേരിയസ് റിസർച്ച് ഡിസൈൻ കോമ്പോണൻസ്. സോ റിസർച്ച് മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ ഫ്രെയിംവർക്ക്, സ്റ്റഡി, നമ്മുടെ ബൗണ്ടറി എന്താണ് സ്റ്റഡി, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി മെത്തഡോളജിയിൽ എങ്ങനെയാണ് മെത്തേഡ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. മെത്തഡോളജിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റ് എനാബിൾ ദ റിസർച്ചേഴ്സ് ടു വെരിഫൈ ദ അക്യുറസി ആൻഡ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ ദ റിസർച്ച് മെത്തേഡ്സ്, ക്രെഡിബിലിറ്റി, വാലിഡിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി. നമ്മൾ ചൂസ് ചെയ്ത റിസർച്ച് മെത്തേഡിന്റെ എത്രത്തോളം റിലയബിൾ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് മെത്തഡോളജി വഴി നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ലോജിക് ആൻഡ് റാഷണാലിറ്റി ഓഫ് യൂസിങ് വൺ അപ്രോച്ച് ഓവർ അനദർ. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ചെയ്യണം, ഏതാണ് നല്ലത് എന്ന് നമ്മൾ ചൂസ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയയും ആക്ച്വലി മെത്തഡോളജി ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണോ, ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ആണോ, എക്സ്പെരിമെന്റൽ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ഡിസിഷൻ നമ്മൾ ആക്ച്വലി റിസർച്ച് മെത്തഡോളജിയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബിസിനസ് റിസർച്ച് മെത്തേഡ്. നമ്മളിപ്പോ റിസർച്ച് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഈ ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം നമ്മൾ പറഞ്ഞത് തന്നെ, ദ സെറ്റ് ഓഫ് പ്രൊസീജിയർ അല്ലെങ്കിൽ ടാക്ടിക്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് ആര് യൂസ് ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത് എപ്പോൾ, ടു അസസ് ഇഫ് എ പെർട്ടിക്കുലർ ബിസിനസ് വെഞ്ചർ ഈസ് വർത്ത് വൈൽ ഓഫ് ദെയർ ടൈം ആൻഡ് എഫേർട്ട്. അവർ സ്റ്റഡി ചെയ്യാനാണ്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ അവർക്ക് ഉണ്ട്, ആ ഒരു ഓർഗനൈസേഷൻ ആ ഒരു ഇഷ്യൂ അവര് പഠിക്കുവാൻ വേണ്ടി, അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ റിസർച്ച് പ്രൊസീജിയറെയും ടാക്ടിക്സിനെയും ടെക്നിക്സിനെയും എല്ലാം നമുക്ക് ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്ന് വിളിക്കും. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്താണ്, ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്തിനാണ്, ടു അസിസ്റ്റ് ദ ബിസിനസ്മാൻ ഇൻ ഡിറ്റർമിനിങ് ദ ഫീസിബിലിറ്റി ഓഫ് ദെയർ ഫേം ആൻഡ് റെക്കമെൻഡ് ദ റൈറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓഫ് ദെയർ ഓഫറിംഗ്. ഇത് ബ്രോഡായിട്ട് പറയുന്നത് ആക്ച്വലി ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന് മാത്രമല്ല, പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് മാർക്കറ്റിംഗിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ പറയുന്നു, ഓക്കെ, ഫേമിന്റെ ഫീസിബിലിറ്റി എന്താണ്, ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നടക്കുകയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ബിസിനസ് റിസർച്ച് മെത്തേഡ് വഴി സാധിക്കും എന്നാണ് അവർ പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ ഏരിയാസ് ഫോർ ബിസിനസ് റിസർച്ച് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഏരിയാസ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഈ ഒരു സെറ്റ് ഓഫ് ഏരിയാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ബിസിനസ് റിസർച്ച്. ടെക്സ്റ്റ് ബുക്ക് വളരെ ചെറിയ കുറച്ച് ഏരിയാസേ പറഞ്ഞിട്ടുള്ളൂ. റെഡ്യൂസിങ് ദ റിസ്ക്, ബിസിനസിന്റെ ത്രെഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ട് ഒരു ബിസിനസിനെ വളർത്തിയെടുക്കാൻ, റവന്യൂ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ അക്വയർ എ മോർ കോമ്പറ്റേറ്റീവ് ബിസിനസ്, ഒരു പുതിയ കോമ്പറ്റേറ്റീവ് ബിസിനസിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ പുതിയൊരു ഫേമിന് ഞാൻ അക്വയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു, എന്റെ ഫേം എക്സ് ആണ്, വൈനെ അക്വയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. സോ എനിക്ക് ആക്ച്വലി ബിസിനസ് റിസർച്ച് മെത്തേഡ് വഴി അല്ലെങ്കിൽ ടൂൾസ് വഴി നമുക്ക് ആ ഒരു ബിസിനസ് ഫീസിബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് റിസർച്ച്. സോ ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ തന്നിട്ടുണ്ടെങ്കിലും
ഒരിക്കലും ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ മാത്രം നിൽക്കുന്നതല്ല. ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് റിസർച്ചിന്റെ കാര്യത്തിൽ. അത് ഒരുപാട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞല്ലോ, നിക്ലിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. സോഷ്യൽ സയൻസിന്റെ ഒരു ആ ഒരു എൻറ്റയർ ഒരു പാരഡിഗ നിങ്ങൾ നോക്കണമെങ്കിൽ ഒരുപാട് അതിൽ പ്രോസസ് ഉണ്ട്. പല പല പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, പല സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിന് ജനറൽ ആയിട്ട് അവർ പറയുന്നത് നമുക്ക് 3 ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം റിസർച്ചിനെ എന്നാണ്. ഒന്ന് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ, 2 ബേസ്ഡ് ഓൺ ഒബ്ജക്ടിവിറ്റി, 3 ബേസ്ഡ് ഓൺ മോഡ് ഓഫ് എൻക്വയറി. ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷനിൽ പറയുന്നത് 2 ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. ഒന്ന് പ്യുവർ റിസർച്ച്, 2 അപ്ലൈഡ് റിസർച്ച്. പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് പ്യുവർ റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച് ആണ്. സോ എന്താണ് പ്യുവർ റിസർച്ച്? സോ എപ്പോഴും പ്യുവർ റിസർച്ചിൽ നമ്മൾ വരുന്ന ഒരു കീ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് ഇറ്റ് ട്രൂ? എപ്പോഴും ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, ഒരു തിയറി ബിൽഡ് ചെയ്യുന്നത് എപ്പോഴും ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു ബേസിക് റിസർച്ച്, ഒരു പ്യുവർ റിസർച്ച് വരുന്നത്. അപ്പോ ദ മോട്ടിവേഷൻ ഈസ് ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി. പക്ഷെ അപ്ലൈഡ് റിസർച്ച് അങ്ങനെയല്ല. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. ഒരു അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. കീ ക്വസ്റ്റ്യൻ അപ്ലൈഡ് റിസർച്ചിന് വരുന്ന കീ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡസ് ഇറ്റ് വർക്ക്? നമ്മൾ ടെസ്റ്റ് ചെയ്യണേണ് ആക്ച്വലി ആ ഒരു തിയറി അല്ലെങ്കിൽ അവര് കൊണ്ടുവന്നിരിക്കുന്ന ആ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ബേസിക് അല്ലെങ്കിൽ പ്യുവർ റിസർച്ചിൽ നമ്മുടെ കീ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് ട്രൂ? അപ്പോ ആ ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റിയുടെ ബേസിസിലാണ് റിസർച്ച് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു തിയറി ബിൽഡിംഗ് അല്ലെങ്കിൽ തിയറി അല്ലെങ്കിൽ ലോ, ഈ ഉള്ള കാര്യങ്ങൾ ലോ വരുന്ന ബിൽഡ് ചെയ്യുന്നതെല്ലാം ആക്ച്വലി ബേസിക് അല്ലെങ്കിൽ ഒരു പ്യുവർ റിസർച്ചിലാണ് വരുന്നത്. ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്യുവർ അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ആണെങ്കിൽ, അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. ബിക്കോസ് ആപ്ലിക്കേഷൻ ലെവലിലാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് എപ്പോഴും ആക്ച്വലി അപ്ലൈഡ് റിസർച്ചിൽ നോക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ബേസ്ഡ് ഓൺ ഒബ്ജക്ടിവിറ്റി, ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, 2 കോറിലേഷൻ റിസർച്ച്, 3 എക്സ്പ്ലനേറ്ററി റിസർച്ച്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ നോക്കുന്നത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫിനോമിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഫോർ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഓക്കെ, ഒരു ബാങ്ക്രപ്റ്റ് ഫേമിന്റെ ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നു, ഓക്കെ, ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റി ഒരു ആവറേജ് മീൻ പ്രോഫിറ്റബിലിറ്റി ഇതാണ്, മീൻ ലിക്വിഡിറ്റി ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ കോറിലേഷൻ ബേസ്ഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അവരുടെ എംഫസൈസ് എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 ഫിനോമിനന്റെ അസോസിയേഷൻ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് കോറിലേഷൻ സ്റ്റഡി ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് പ്രൈസ് ആൻഡ് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് സപ്ലൈ. സോ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നു. സോ അതൊരു കോറിലേഷൻ സ്റ്റഡിയാണ് വരുന്നത്. അപ്പൊ അടുത്തതാണ് എക്സ്പ്ലനേറ്ററി റിസർച്ച്. നമ്മൾ പറഞ്ഞു കോറിലേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2 ഫിനോമിനന്റെ അസോസിയേഷൻ നമ്മൾ നോക്കുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നോക്കാനാണ്. പക്ഷെ അതല്ലാതെ ചിലപ്പോൾ റിസർച്ചേഴ്സ് എന്ത് ചെയ്യും, കുറെ കൂടി ക്ലാരിഫിക്കേഷന് വേണ്ടി ആ 2 വേരിയബിൾസ് മാത്രമല്ല ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ വേരിയബിൾസിന്റെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യുന്നു. അവർ തമ്മിൽ എന്താണ് ആ ഒരു ബന്ധം മനസ്സിലായി, പക്ഷെ ഇൻ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നതാണ് ആ ഒരു ഓക്കെ എന്താണ് ശരിക്കും കാരണം ആ ഒരു റിലേഷൻഷിപ്പിന്, അതെങ്ങനെയാണ് ആ കാരണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് തുടങ്ങിയിട്ട് ഒന്നും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുമ്പോൾ അതാണ് നമ്മുടെ എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോഡ് ഓഫ് എൻക്വയറിയുടെ ബേസിസിൽ നമ്മൾ പറഞ്ഞു, ഒന്ന് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് റിസർച്ച് എന്നും അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് റിസർച്ച് എന്ന് പറഞ്ഞു. ഇനി എന്താണ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് റിസർച്ച് എന്ന് പറയുന്നത്? സോ പേരിൽ തന്നെയുണ്ട് അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചേർഡ് അല്ലാത്തത് അല്ലെ. സോ റിസർച്ചറിന് ആക്ച്വലി ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നതാണ് ത്രൂ ഔട്ട് ദി റിസർച്ച് പ്രോസസ്. ആ റിസർച്ച് പ്രോസസ്സിൽ കുറെ കൂടി റിസർച്ചറിന് ഫ്ലെക്സിബിലിറ്റി കുറെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് അൺസ്ട്രക്ചേർഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതിലെപ്പോഴും ഇറ്റ്സ് ഓപ്പൺ ഫ്ലെക്സിബിൾ വേ ഓഫ് എൻക്വയറി ആണ്. നമ്മൾ സ്ട്രക്ചർ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവ്യൂവർ ആയിട്ട് ഞാൻ പോയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇതൊരു സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനേ ഒന്നുമില്ല. പക്ഷെ ഞാൻ കുറെ കൂടി ഓപ്പൺ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഞാൻ ഡാറ്റ കളക്ട് ചെയ്തിട്ട് റിസർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതേസമയം സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത് റാഷണലിസം എന്ന് പറഞ്ഞ ഫിലോസഫി ഗൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. സോ അത് ശരിക്കും ഓപ്പൺ അല്ല, ഫ്ലെക്സിബിൾ അല്ല, ഇറ്റ്സ് പ്രോപ്പർലി പ്രീഡിറ്റർമിൻ അല്ലെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആണ്. നമ്മൾ മുൻകൂട്ടി
ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ റിജിഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഫ്ലെക്സിബിൾ. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഏത് സ്ട്രക്ചേർഡിനെയും കാട്ടി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോ അൺസ്ട്രക്ചേർഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫിനോമിനൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണേണ്. ആക്ച്വലി നമ്മൾ അതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ് ആ ഒരു പെർട്ടിക്കുലർ ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, അതിന്റെ ഫൈൻഡിങ്സ് എന്താണ്, ആ ഫൈൻഡിങ്സ് വാലിഡ് ആണോ, അതിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക, അതിന്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യുക. സോ ഇതെല്ലാം ചെയ്യുന്നത് ആക്ച്വലി നമ്മളൊരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് റിസർച്ച്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന പോയിന്റ്സ് തന്നെ ഉള്ളൂ. ഒന്ന്, ഫോർ ന്യൂ ഐഡിയാസ് ആൻഡ് ഇൻസൈറ്റ്സ്. നമുക്കറിയാം റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു സാധനം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി നോവൽ, അല്ലെ? നോവൽറ്റി ഉണ്ടാകണം, ഒരു പുതുമ ഉണ്ടാകണം അതിൽ എന്തെങ്കിലും ഒക്കെ. നമ്മൾ PhD ഒക്കെ ആയാൽ പോലും നമ്മൾ എന്തെങ്കിലും നമ്മുടെ നോവൽറ്റി എന്താണ്, നമ്മൾ പുതിയതായിട്ട് നമ്മൾ എന്താണ് ചെയ്തതെന്നാണ് എല്ലാവരും ചോദിക്കുക. സോ പുതിയ ഐഡിയാസ്, പുതിയ ഇൻസൈറ്റ്സ് നമുക്ക് ബിസിനസ് റിസർച്ച് കൊണ്ടിട്ട് സാധിക്കും. കാരണം നമ്മൾ റാഷണൽ തിങ്കിങ് ആണ്, ഇവിടെ സയന്റിഫിക് തിങ്കിങ് ആണ് ഇംപ്രൂവ് ആകുന്നത്. മാത്രമല്ല നമ്മൾ തിങ്കിങ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. നമ്മൾ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരിക്കും. കാരണം നമ്മൾ എല്ലാ ദിവസവും പുതിയ പുതിയ ഒരു ഇൻഫർമേഷന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ചിന്തിക്കുന്ന രീതിയും ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? ഇനി സോൾവിങ് ഓപ്പറേഷണൽ പ്രോബ്ലം. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കോംപ്ലെക്സ്, അല്ലെ? ഒരു കോംപ്ലെക്സ് നേച്ചർ ആണ് ആക്ച്വലി ബിസിനസിനും ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എല്ലാ സ്റ്റേജസിലും. ഒരു ബിസിനസിന്റെ എല്ലാ സ്റ്റേജസിലും പ്രശ്നങ്ങളുണ്ട്. സോ നമുക്ക് റിസർച്ച് വഴി നമുക്ക് ആ ഒരു പല ഇഷ്യൂസിനും നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഡിസിഷൻ ഫോർ പോളിസി മേക്കിംഗ്. ഇപ്പൊ നമുക്കറിയാം റിസർച്ച്, ഇപ്പൊ നമ്മൾ അക്കാദമിക് റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ ഒരു പ്രോബ്ലത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒന്ന്, ഇംപ്ലിക്കേഷൻസ് എന്താണ് പോളിസി മേക്കേഴ്സിന് ചോദിക്കും. നിങ്ങൾ റിസർച്ച് ചെയ്തു, ഫൈൻ, അതുകൊണ്ട് പോളിസി മേക്കേഴ്സിന് എന്താണ് ഉപകാരം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണ് നിങ്ങളുടെ സ്റ്റഡിയിലാണെന്ന് ചോദിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു പോളിസി മേക്കറിന്, പോളിസി എന്ന് പറയുമ്പോൾ റെഗുലേറ്റർ അല്ലെങ്കിൽ ചിലപ്പോ ഫൈനാൻസിൽ PhD ചെയ്യുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ്, ഇവർക്കൊക്കെ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പലപ്പോഴും ചോദിക്കാറ്. ഇനി സോൾവിങ് പ്രോബ്ലംസ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ബിസിനസ് ഇൻഡസ്ട്രി ഓപ്പറേഷണൽ ആൻഡ് പ്ലാനിങ് പ്രോബ്ലംസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആയിക്കോട്ടെ, അസൈൻമെന്റ് പ്രോബ്ലം ആയിക്കോട്ടെ, ക്യൂയിങ് പ്രോബ്ലം, പല പ്രോബ്ലംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ മറ്റുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ് സബ്ജക്റ്റിലെല്ലാം. സോ അതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നും ശരിക്കും നമ്മുടെ ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നത്. ബിസിനസ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഏത് ഫങ്ഷണൽ ഏരിയാസും വരാം. ഒന്ന് നമ്മുടെ ഓപ്പറേഷണൽ റിസർച്ചിലാണ് നമ്മൾ ഫുൾ ലീനിയർ പ്രോഗ്രാമിങ്ങും നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെന്റ് പ്രോബ്ലം എല്ലാം വരുന്നത്. സോ അതിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും. ഈ മാർക്കറ്റ് റിസർച്ച് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഇപ്പൊ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കോട്ടെ, പുതിയൊരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നതായിരിക്കോട്ടെ. സോ അതിലെല്ലാം ആക്ച്വലി നമുക്ക് റിസർച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചോ നമ്മുടെ മാസ്റ്റേഴ്സിലായാലും ഗ്രാജുവേഷനിലായാലും പലവരും പ്രൊജക്ട് ചെയ്തിട്ടുള്ളവരായിരിക്കും. പക്ഷെ ആ പ്രൊജക്റ്റ് പലപ്പോഴും നമ്മൾ സീനിയേഴ്സിന്റെ ഇത് കോപ്പി അടിച്ചു വെച്ചതായിരിക്കും. പക്ഷെ ഒരു PhD ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ സ്വയമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ടു ജനറലൈസ് ദ ന്യൂ തിയറീസ്. നമുക്ക് റിസർച്ച് വെച്ചിട്ട് തന്നെ പുതിയ തിയറീസ് നമുക്ക് ഉണ്ടാക്കാം, തിയറീസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റോൾ ഓഫ് റിസർച്ച് ഇൻ ഇമ്പോർട്ടന്റ് ഏരിയാസ്. നമ്മുടെ ബിസിനസ്സിൽ തന്നെ അല്ലെങ്കിൽ മാനേജ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഏരിയാസ് ഉണ്ട്, അല്ലെ? മാർക്കറ്റിംഗ്, HR, ഫൈനാൻസ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ ഒരു ഏരിയാസിലൊക്കെ റിസർച്ച് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. ഇപ്പൊ മാർക്കറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസർച്ച് വെച്ച് വി ക്യാൻ മേക്ക് സൗണ്ട് മാർക്കറ്റിംഗ് ഡിസിഷൻ. നമുക്കറിയാം 4 P's: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇതിൽ ഏത് എടുത്താലും അതിൽ നമുക്ക് റിസർച്ച് പോസിബിൾ ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ, കൺസ്യൂമറിന്റെ ബൈയിങ് ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ, അഡ്വർടൈസ്മെന്റ് എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ, ഒരു മീഡിയ സെലക്ട് ചെയ്യാൻ, ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ, ഒരു പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യുന്ന കാര്യത്തിൽ, പുതിയൊരു പ്രൊഡക്റ്റ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കാര്യത്തിലെല്ലാം നമുക്ക് റിസർച്ച് ഹെൽപ്ഫുൾ ആണ്. ഈ പ്രൊഡക്ഷന്റെ കേസിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് റിസർച്ച് വെച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മാത്രമല്ല നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ, അല്ലെ? നമ്മുടെ ഇൻവെന്ററി എത്രത്തോളം കീപ്പ് ചെയ്യണം, ഒപ്റ്റിമം എത്ര കീപ്പ് ചെയ്യണം, ഇതെല്ലാം ആക്ച്വലി റിസർച്ച് ചെയ്ത് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇതെല്ലാം പല റിസർച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഇതെല്ലാം. ഈ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് അല്ലെങ്കിൽ എക്കണോമിക്സ് ഒക്കെ ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ബിസിനസ് മനസ്സിലാക്കാനായിട്ട് ഇപ്പോ നമ്മൾ RBI തന്നെ നോക്കുമ്പോൾ they have a separate wing called Research Department for Planning and Management Reporting. So
ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് എല്ലാം RBI ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ്, ഇങ്ങനെ ഒരുപാട് ബോർഡുകൾ കാര്യങ്ങൾ ഇവരെല്ലാത്തിനും ആക്ച്വലി റിസർച്ച് യൂണിറ്റ് ഉണ്ട്, റിസർച്ച് വിങ് ഉണ്ട് ആക്ച്വലി. സോ ഇനി നമ്മൾ നോക്കുമ്പോൾ മെറ്റീരിയൽസ്, ഇതൊക്കെ ജസ്റ്റ് ഒരു ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ഇപ്പൊ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഈ രണ്ട് റിസർച്ച് ഏരിയ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കോർപ്പറേറ്റ് ഫൈനാൻസ് ഉണ്ട്, പേഴ്സണൽ ഫൈനാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബിഹേവിയറൽ ഫൈനാൻസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. അപ്പോ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് ലിസ്റ്റ് ആണ് ജസ്റ്റ് തന്നിട്ടേ ഉള്ളൂ. ഇനി മെറ്റീരിയൽസ് എവിടെ നിന്ന് വാങ്ങണം, എത്ര വാങ്ങണം, എങ്ങനെ വാങ്ങണം, എത്ര രൂപയ്ക്ക് വാങ്ങണം, എത്ര കീപ്പ് ചെയ്യണം, അതെല്ലാം ആക്ച്വലി ബിസിനസ് റിസർച്ചിൽ വരുന്ന ഏരിയാസ് ആണ്. ഇനി HR വേജ് റേറ്റ് ആവാം, ഈ ബോണസ് സ്കീമുകൾ, കോസ്റ്റ് ഓഫ് ലിവിംഗ്, എംപ്ലോയി ടേൺ ഓവർ റേറ്റ്സ്, എംപ്ലോയ്മെന്റ് ട്രെൻഡ്സ്, പെർഫോമൻസ് അപ്രൈസൽ, എംപ്ലോയി പെർഫോമൻസ്, ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. മെഷർ അല്ല, റിസർച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഏരിയാസ് ആണ്. ഗവൺമെന്റ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ബജറ്റുകൾ, യൂണിയൻ ഫൈനാൻസ് ബജറ്റ്, റെയിൽവേ ബജറ്റ്, അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങിന്റെ കുറെ ബജറ്റുകൾ, അല്ലെങ്കിൽ ഒരുപാട് നീതി ആയോഗിന്റെ ഒരുപാട് റിപ്പോർട്ടുകൾ, ഇതെല്ലാം ആക്ച്വലി റിസർച്ച് ചെയ്തുകൊണ്ട് റിസർച്ച് ബേസിൽ വരുന്ന, റിസർച്ചിന്റെ ഔട്ട്കം ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ബേസിക് എന്താണ് നമ്മൾ കണ്ടത്, റിസർച്ച് എന്താണെന്നും, റിസർച്ച് മെത്തഡോളജി എന്താണെന്നും, റിസർച്ച് മെത്തേഡ് എന്താണെന്നും, ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്താണെന്നും, ഏതൊക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട് നമ്മൾ കണ്ടു അല്ലെ, ബിസിനസ് റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും, പല ഏരിയാസിൽ ഏതൊക്കെയാണ് റിസർച്ചിന്റെ ചെയ്യാൻ പറ്റിയ അവന്യൂസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ജൂൺ 23 ചോദിച്ചിരിക്കുന്നത്. റിസർച്ച് എന്താണ്, ടൈപ്സ് ഓഫ് റിസർച്ച് എന്താണ്, റോൾ ഓഫ് റിസർച്ച് ഇൻ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ്, സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പൊ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അടിപൊളിയായിട്ട് എഴുതാം. റിസർച്ച് എന്താണെന്നും അതിന്റെ ഡെഫിനേഷൻ നമ്മൾ ആദ്യത്തെ 2 സ്ലൈഡിൽ പഠിച്ചിരുന്നു. റിസർച്ച് ഒരു പർപ്പസ്ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ 3 പാർട്ട് എന്താണെന്ന് ഇൻവെസ്റ്റിഗേഷൻ വരുന്ന 3 പാർട്ട് നമ്മൾ കണ്ടു. റിസർച്ച് ക്വസ്റ്റ്യൻ, റിസർച്ച് ഫൈൻഡിങ്, ഡാറ്റ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. സോ അത് നല്ല വൃത്തിയിൽ എഴുതാം, 6 പൂർവ്വമെങ്കിലും എഴുതാം. ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ കണ്ടു, 3 ബേസിസിലാണ് നമ്മൾ പറയുന്നത്: പ്യുവർ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, കോറിലേഷൻ റിസർച്ച്, എക്സ്പ്ലനേറ്ററി റിസർച്ച്, സ്ട്രക്ചേർഡ് റിസർച്ച്, അൺസ്ട്രക്ചേർഡ് റിസർച്ച്. അത് നല്ല വൃത്തിയിൽ എഴുതാം. അടുത്തത് റോൾ ഓഫ് റിസർച്ച് ഇൻ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഏതൊക്കെയാണ് നമ്മളിപ്പോ ഈ തൊട്ടുമെടുത്ത സ്ലൈഡിൽ നമ്മൾ കണ്ടത്? മാർക്കറ്റിംഗ്, ഫൈനാൻസ്, അല്ലെങ്കിൽ ഗവൺമെന്റ്, ഫുൾ കാര്യങ്ങളിൽ ഏതൊക്കെ ഏരിയാസ് ആണ് വരുന്നത് റിസർച്ചിന്റെ നമ്മൾ അവിടെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ കാണാം. താങ്ക് യു സോ മച്ച്.